ഇന്നലെ മുഖ്യമന്ത്രി കോഴിക്കോട് പ്രസംഗിച്ചത് അൻവറിന് പിന്നിൽ വർഗീയ ശക്തികൾക്ക് നാക്ക് വാടകയ്ക്ക് നൽകി വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു. അതിനൊന്നും മറുപടി പറയേണ്ടതില്ല. അതവർ പറയണമെന്ന്. ഇപ്പോൾ നിലമ്പൂരിൽ ചേർന്ന 10,000-15,000 ആളുകൾ ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണല്ലോ. മാമി കേസുമായി കോഴിക്കോട് കൂടിയവർ ആയിരക്കണക്കിന് ആളുകൾ അതും സാമൂഹ്യ വിരുദ്ധരാണല്ലോ. ഒരു മിനിറ്റ്. അപ്പം അതാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ എത്ര കാലം പറയും. ഇനി ഈ വരുന്ന ഞായറാഴ്ച 6-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിൽ നമ്മൾ ജില്ലാതല വിശദീകരണ യോഗം നടത്തുന്നുണ്ട്. ആ ജില്ലാതല വിശദീകരണ യോഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 1,00,000 ആളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഈ 1,00,000 ആളുകൾ ഈ പറയുന്ന എന്താ പറയുക സാമൂഹ്യ വിരുദ്ധരാണോ, വർഗീയവാദികളാണോ, ഈ നാടിന് നാശമുണ്ടാക്കാൻ ഇറങ്ങുന്നവരാണോ? ആണെങ്കിലാവട്ടെ, അതാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടെങ്കിൽ അത് ആയിക്കോട്ടെ. ആ വരുന്ന ആളുകൾ വിലയിരുത്തട്ടെ. നിലമ്പൂരിൽ വന്ന 10,000-കണക്കിന് ആളുകളുണ്ടല്ലോ, അവർ വിലയിരുത്തട്ടെ. അത്ര കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും പ്രവർത്തകരാണ് അവിടെ വന്നതിൽ ഒരു 30 ആളിൽ താഴെ ഉണ്ടാവും CPMന്റെ പ്രവർത്തകർ എന്ന, ബാക്കിയെല്ലാം ജമാഅത്ത് ഇസ്ലാമി SDPI പ്രവർത്തകർ പറഞ്ഞത്. അത്ര ശക്തമാണ് ജമാഅത്ത് ഇസ്ലാമി SDPI. 10,000-കണക്കിന് ആളുകളെ ഒരു യോഗത്തിന് നിഷ്പ്രയാസം 2 ദിവസം മുമ്പ് പറഞ്ഞാൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സത്യത്തിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം കഴിഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമി അമീറിനെ ഏൽപ്പിക്കേണ്ട വരണം. അത്ര ശക്തമാണെങ്കിൽ അതല്ല ചെയ്യുന്നുണ്ട്.